ഇസ്രായേൽ സർക്കാരിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ വലിയൊരു ജനകീയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഇസ്രായേലിൽ ഇപ്പോൾ. ഞായറാഴ്ച രാത്രി ടെൽ അവീവ് സാക്ഷ്യം വഹിച്ചത് ഇസ്രായേലി ജനതയുടെ പടുകൂറ്റൻ റാലിക്കായിരുന്നു. ഗാസ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും ഏറെക്കുറെ അടുത്ത സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ കരാറും അട്ടിമറിക്കുമോ എന്ന സന്ദേഹമാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. ഈ അടുത്തായി നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രിയും ടെൽ അവീവിൽ പ്രതിഷേധ റാലി അരങ്ങേറിയത്. ബന്ദികളെ തിരിച്ചെത്തിക്കണമെങ്കിൽ യുദ്ധം നിർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ജയിലിൽ പോകാതിരിക്കാനും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനും വേണ്ടി മാത്രമാണ് നെതന്യാഹു യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഇത്തവണയും നെതന്യാഹു സമാധാന കരാർ അട്ടിമറിക്കുമോ എന്ന് ഇസ്രായേലികൾക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക തന്നെയാണ് ഇസ്രായേലി ജനതയെ തെരുവിലിറക്കിയത്. മുൻപ് ഖത്തറും ഈജിപ്തും ഇടപെട്ട് മധ്യസ്ഥ ചർച്ച നടത്തി വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോഴും അതിനോട് പുറംതിരിഞ്ഞിരുന്ന് ഗാസയെ കൂടുതൽ ആക്രമിക്കുകയാണ് ഇസ്രായേലും നെതന്യാഹുവും ചെയ്തത്. ഇത്തവണയും ഇതുപോലെ വെടിനിർത്തൽ നിർദ്ദേശ കരാറുകളിൽ ഒപ്പിടാതെ നെതന്യാഹു ഇസ്രായേലി ജനതയെ വഞ്ചിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നെതന്യാഹുവിന്റെ ലക്ഷ്യം ഇപ്പോൾ ട്രംപിനും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഇസ്രായേലി ജനതയ്ക്ക് പക്ഷേ നെതന്യാഹുവിൽ തീർത്തും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലി ജനത വിശ്വസിക്കുന്നത് ട്രംപിനെയാണ്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയോട് തന്ത്രപരമായാണ് ഹമാസ് പ്രതികരിച്ചത്. സമാധാന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ബന്ദിമോചനമായിരുന്നു. ഇതിന് പൂർണ്ണമായും സമ്മതമറിയിച്ച ഹമാസ് പലസ്തീനിലെ ഇടക്കാല ഭരണസമിതിയെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത് തന്നെയാണ് യുദ്ധം നിർത്താൻ ആഗ്രഹിക്കാത്ത ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയതും. ബന്ദിമോചനം സാധ്യമാകണമെങ്കിൽ യുദ്ധം നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യത്തോടൊപ്പം ട്രംപും നിന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി. അക്ഷരാർത്ഥത്തിൽ നെതന്യാഹുവിനെ കെണിയിലാക്കുന്ന നീക്കമായിരുന്നു ഹമാസിൻ്റേത്. ബന്ദികളെ വിട്ടയക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിൽ ഹമാസ് വ്യക്തത വരുത്തിയില്ല. കാരണം ബന്ദിമോചനം സാധ്യമാകുന്നതിനൊപ്പം ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റത്തിന് പകരം സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമാണ് ഹമാസ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഹമാസിനെ നിരായുധീകരിക്കുന്നതടക്കം ചില നിർദ്ദേശങ്ങളിൽ അവർക്ക് തർക്കമുണ്ട്. ഇത്തരം തർക്ക വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതെല്ലാം ട്രംപ് അംഗീകരിക്കുക കൂടി ചെയ്തതാണ് നെതന്യാഹുവിനെ കെണിയിലാക്കിയത്. ഇക്കാര്യത്തിൽ ഹമാസിൻ്റേത് ഒരു തിരിച്ചടി തന്നെയായിരുന്നു. ആദ്യം അറബ് രാഷ്ട്ര നേതാക്കൾക്ക് മുന്നിൽ വെച്ച് ട്രംപ് അംഗീകാരം നേടിയ കരാറിനെ സ്വന്തം നിലയ്ക്ക് തിരുത്തിയ നെതന്യാഹുവിന് അതേ നാണയത്തിൽ കിട്ടിയ തിരിച്ചടി. ഹമാസിൻ്റേത് കരാർ അംഗീകരിക്കലാണ് എങ്കിലും തത്വത്തിൽ കരാർ നിരസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. യുഎസിലെ റിപ്പബ്ലിക്കൻ സെനറ്ററും നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്തുമായ ലിൻസെ ഗ്രഹാം കരാറിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നിരായുധീകരണമില്ലാതെ ഗാസയെ പലസ്തീൻ നിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒപ്പം ബന്ദിമോചനത്തെ ചർച്ചകളുമായും മറ്റ് പ്രശ്നങ്ങളുമായും കൂട്ടിക്കെട്ടുക. അതായത് സ്വീകരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ ഹമാസ് നിരാകരിച്ചതായാണ് തത്വത്തിൽ ഇതിനെ വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ അവസാന വാക്ക് തന്റേതാകണമെന്ന നെതന്യാഹുവിന്റെ വാശി ഹമാസ് പൊളിച്ചു. അതേസമയം ഹമാസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നെതന്യാഹുവിന്റെ ഓഫീസും ഹമാസ് നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് പ്രതികരണം നടത്തിയിട്ടുണ്ട്. മുഴുവൻ ബന്ദികളുടെയും അടിയന്തര മോചനത്തിന് രാജ്യം തയ്യാറാണ് എന്നാണ് ഹമാസിന്റെ പ്രസ്താവനയെ പരാമർശിക്കാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. ഹമാസിന്റെ പ്രസ്താവന വന്ന് പല മണിക്കൂറുകൾ കഴിഞ്ഞാണ് നെതന്യാഹുവിന്റെ ഓഫീസിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഹമാസിന്റെ നിർദ്ദേശം അംഗീകരിച്ച ട്രംപിന്റെ നടപടിയിൽ പല ഇസ്രായേലി അനുകൂലികൾക്കും അത്ഭുതമാണ്. ഹമാസിന്റെ നിർദ്ദേശങ്ങളെ ഇസ്രായേലിന്റെ ഭരണം നിയന്ത്രിക്കുന്ന തീവ്ര വലതുപക്ഷം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. സമ്പൂർണ്ണ വിജയമില്ലാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന അവരുടെ ഭീഷണി നേരത്തെ നിലവിലുണ്ട്. ഇത് നെതന്യാഹു ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം. യെസ് പറഞ്ഞുകൊണ്ട് നോ പറയുന്ന ഒരു നിലപാടാണ് ഹമാസിന്റെ സമാധാന പദ്ധതി അംഗീകാരം എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതോടൊപ്പം ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കണമെന്ന അഭിപ്രായമുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച കരാറിലാകട്ടെ ഇതിന് അനുഗുണമായ വ്യവസ്ഥകളൊന്നും ഇല്ല എന്നതും ഇസ്രായേലിന്റെ വലതുപക്ഷ ക്യാമ്പിനെ അസ്വസ്ഥരാക്കുന്നതാണ്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ മേൽക്കൈ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തീർപ്പിലേക്ക് പോകുമെന്ന സൂചനയും വരുന്നത്. ഹമാസിന്റെ പ്രസ്താവനയെ യൂറോപ്യൻ അറബ് രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്തതും നെതന്യാഹുവിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.